എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച 1201 ആണ്ട് കന്നിമാസം 8-ാം തീയതി. ഇപ്പം നമ്മളെല്ലാവരും നവരാത്രി ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. അപ്പോൾ നവരാത്രി ദിവസം എല്ലാ ഉത്സവം എല്ലാം ഭംഗിയായി വ്രതത്തോടു കൂടി എല്ലാവരും അനുഷ്ഠിക്കുക. നമുക്ക് ഇന്നത്തെ ദിവസം ഇന്ന് ദുർഗാദേവിയുടെ 9 അവതാരങ്ങളാണല്ലോ നമ്മൾ ഈ നവരാത്രിക്ക് പൂജിക്കുന്നത്. അപ്പോൾ ഇന്നലത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ചന്ദ്രകാന്ത എന്ന അവതാരത്തെയാണ് നമ്മളിന്ന് ഭജിക്കേണ്ടത്, പൂജിക്കേണ്ടത്. അപ്പോൾ ദുർഗാദേവി തന്നെ ചന്ദ്രകാന്ത എന്ന് പറയുന്ന അവതാരത്തിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓം ഹ്രീം ദും ദുർഗായേ നമഃ. നമുക്കിന്നത്തെ ഫലമൊന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യമായി പരിശോധിക്കുന്ന ഫലം മേടക്കൂറുകാരുടെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. വളരെ അനുകൂലമായ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ചികിത്സയ്ക്ക് പറ്റിയ ദിവസമല്ല. ഏതെങ്കിലും രീതിയിലുള്ള അസുഖമുണ്ടെങ്കിൽ അത്ര കടുത്തതല്ലെങ്കിൽ ഒരു ദിവസം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. തലകറക്കം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും മനസ്സമാധാനം ഉണ്ടാകുന്ന പല അനുഭവങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കടമെടുക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുന്നവർക്ക്, ഒരു സംരംഭം തുടങ്ങാനായിട്ട് കടം എടുക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായ ഒരു അനുഭവമാണ് ഇന്നുണ്ടാവുക. ഇന്ന് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും. സാങ്ഷൻ കിട്ടാനൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഏതെങ്കിലും പേപ്പറുകളോ അല്ലെങ്കിൽ നമുക്ക് ബില്ലോ ഒക്കെ പാസ്സാകാനായിട്ട് കാത്തിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വൈകുന്നേരത്തോടു കൂടി ആ നഷ്ടം പരിഹരിക്കുമാറ് ലാഭം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ 7:30 ശനിക്കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക, അതേപോലെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുക. വളരെ ശക്തി കൂടിയ മോട്ടറുകൾ അല്ലെങ്കിൽ കട്ടറുകൾ ഒക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോൾ ഏതെങ്കിലും സമയത്ത് നമുക്ക് ശ്രദ്ധ മാറിപ്പോയാൽ അപകടത്തിന് സാധ്യതയുണ്ട്. വാഹനത്തിന് ചില റിപ്പയറൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യത്തിൽ ഒരു മനസ്സമാധാനമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായ ചില അഭിവൃദ്ധികൾക്കൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. വളരെ അനുകൂലമായ ഒരു ദിവസം തന്നെയാകട്ടെ ഇന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അധ്യാപകർക്ക്, വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മത്സ്യബന്ധനക്കാർക്ക് ഒക്കെ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോയാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാവുന്നതാണ്. കേസ് വഴക്കുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ താരതമ്യേന നല്ല ദിവസമായിരിക്കും. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യത വളരെ കൂടുതലായൊരു ദിവസമായിരിക്കും. കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് നിർത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. കൊടുക്കുന്ന ധനം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ തന്നെ വാങ്ങുന്ന പണം തിരിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ബാങ്ക് ഇടപാടുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും നൈരാശ്യമുണ്ടാകുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. കുടുംബ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീതം വയ്ക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കുടുംബാംഗങ്ങൾ നമുക്കുള്ള ഓഹരി തരാനൊക്കെ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വസ്തു വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത് ഇന്നത്തെ ദിവസം. അതേപോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് പല അനുകൂലമായ സാഹചര്യങ്ങളും
തെളിഞ്ഞ് വരുന്നതാണ്. എന്നാൽ ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളോ കാലിന് ചില ഒടിവ് ചതവ് മുറിവുകളോ ഒക്കെ വന്ന് ഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. വിവാഹാദി കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഇഷ്ടപ്പെട്ട ഒരു വിവാഹം നടക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരാനോ ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ് ഇന്ന്. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണെങ്കിലും ചില ധനനഷ്ടം, ചില ആരോപണങ്ങൾ ഒക്കെ കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. സമൂഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹ്യ സേവനമൊക്കെ നടത്തുന്നവർക്ക് ചില നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇതൊക്കെ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം ഇടവക്കൂറുകാർക്ക് വളരെ നല്ലതായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാൽ. ഈ കൂറുകാർക്ക് താരതമ്യേന നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വൈകുന്നേരത്തോടു കൂടി പരിഹരിക്കപ്പെടുന്നതാണ്. വസ്ത്രഭൂഷണാദികൾ ലഭിക്കുന്ന ദിവസമാണ്. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ കുറച്ച് സമ്പത്താണ് ലഭിക്കുന്നതെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകുന്ന അത്ര സാമ്പത്തിക പ്രശ്നം ഇന്ന് വന്നു ചേരാം. അതേപോലെ ജലത്തിൽ നിന്ന് ജലസംബന്ധമായി ഉണ്ടാകുന്ന ചില ജലജന്യ രോഗങ്ങൾ വരാനായി സാധ്യത ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തു നിന്ന് പച്ചവെള്ളമോ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് കലർത്തിയ വെള്ളമോ ഒന്നും കുടിക്കാതിരിക്കുക. ജ്യൂസ് ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സാരീതിക്കുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. എന്തെങ്കിലും നല്ല കലാപരിപാടികളിൽ കാര്യങ്ങളിലൊക്കെ സെലക്ഷൻ കിട്ടുന്നതൊക്കെ ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാന്തമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പുറത്തു പോയി നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കൂട്ടുകാരുമായോ ഒറ്റയ്ക്കോ ചിലവഴിക്കാനായിട്ട് ഒരു അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ക്ഷേത്ര ദർശനത്തിനും നല്ല ഒരു ദിവസമാണ്. പൊതുവിൽ മിഥുനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ്. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസം ഇരിക്കുകയില്ല. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കായികമായ ഏത് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. രോഗാദി ദുരിതങ്ങൾ അലട്ടിയിരുന്നവർക്ക് ആശ്വാസങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുന്നവർക്ക് അത് തുടരുന്നതായി കാണുന്നു. എങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാനസികമായി അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു വിവരങ്ങളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അതേപോലെ ഫാക്ടറികൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കൂടാതെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ അപ്രതീക്ഷിതമായ ചില സ്ഥലം മാറ്റം, ട്രാൻസ്ഫറുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് കരുതിയിരിക്കുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകുന്നത് വലിയ അന്തഃഛിദ്രത്തിലോട്ട് എത്താതെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകിച്ചും അവരുടെ സഹപ്രവർത്തകരുടെയോ
കീഴ് ജീവനക്കാരുടെയോ പെരുമാറ്റ ദോഷം കൊണ്ട് പുറത്തുള്ളവരുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ചില തർക്കങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധ്യത കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇന്ന് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പൊതുകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സാമൂഹ്യ സേവനം നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുകയാണ്. എന്നാൽ വളർത്തു നായ്ക്കളുടെയോ തെരുവ് നായ്ക്കളുടെയോ ഒക്കെ കടിയേൽക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷി മൃഗാദികളുടെയൊക്കെ ദംശനമേൽക്കാനോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് രാത്രി യാത്രയോ അങ്ങനെയുള്ള അപകടകരമായ മേഖലകളിലോട്ടുള്ള യാത്രയോ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ട്രെഡിങ്ങിന് പോകുന്നവരും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ഇന്ന് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുവാനായിട്ട്. വിവാഹാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രം. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ വീട്ടമ്മമാർക്കുമൊക്കെയാണ്. ചില അബദ്ധങ്ങളൊക്കെ, കയ്യബദ്ധങ്ങൾ മൂലം ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾക്കൊക്കെ കേടുപാടുകൾ വരാനെല്ലാം സാധ്യതയുണ്ട്. സമ്മർദ്ദം നിറഞ്ഞ ഒരു സായാഹ്നമാണ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ദിവസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശാന്തമായും സന്തോഷമായും കാണുന്നു. ക്ഷേത്ര ദർശനത്തിന് അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനത്തിനൊക്കെ സാധ്യത കാണുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്കൊക്കെ പരിഹാരം ലഭിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരയവ് വരുന്ന ദിവസമാണ്. ഗ്രഹത്തിലുണ്ടായിരുന്ന കലഹങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് വളരെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്ന ദിവസമാണ്. ചിലവും അതുപോലെ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചിലവുകൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. വിദേശികളുമായും വിദേശ കാര്യങ്ങളുമായുമൊക്കെ ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക്, പഠിക്കാനായിട്ട് പുതിയ കോഴ്സുകൾ തുടങ്ങാൻ ആരംഭിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി കണ്ടിട്ട് അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരുടെ അനുഭവങ്ങളൊക്കെ വളരെ നന്നായിട്ട് ക്രമീകരിക്കാനുമൊക്കെ
അത് കണ്ട് സന്തോഷിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശത്തേക്ക് കുട്ടികളെ പഠിക്കാൻ വിടുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇത്. കുട്ടികളുടെ അല്ലെങ്കിൽ സ്വന്തം വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വളരെ അടുത്ത ബന്ധുക്കൾക്ക് ചിലർക്ക് ചില ആപത്തുകൾ വന്ന് ഭവിക്കുന്നത് മൂലം വൈകുന്നേരത്തോടു കൂടി ചില മനക്ലേശങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അകന്നുപോയ ബന്ധുക്കൾ അടുത്തുകൂടാൻ വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. വളരെ ആശ്വാസകരമായ ചില സാന്ത്വനങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. മാനസികമായും ശാരീരികമായും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അയവ് വരുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായിട്ട് ചിലവ് കൂടുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ സന്തോഷകരമായൊരു ദിവസമായിരിക്കുകയില്ല. ചില വാണിങ്ങുകളൊക്കെ കിട്ടിയിട്ട് മാനസികമായി തകരുന്ന അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ധരിച്ച ജോലി ചെയ്യുന്നവർക്കും അധികാര പദവിയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായ ദിവസമാണ്. കേസുകൾ, വഴക്കുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സ്ഥിരമായി ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾ മറക്കാതെ മരുന്നെല്ലാം കഴിക്കുക. പെട്ടെന്ന് ഉണ്ടാകുന്ന ചില ശാരീരിക ക്ഷീണവും ആലസ്യവും ഒക്കെ കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോവുകയും മറ്റുള്ളവരുടെ ശകാരം കേൾക്കുകയൊക്കെ ചെയ്യാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി എല്ലാവരും മുൻപോട്ട് പോകേണ്ടതാണ്. ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ധനനഷ്ടം വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ചിട്ടയോടുകൂടി ധനം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൂടാതെ ആരോഗ്യരംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസമാണ്. വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. അതേപോലെ കായികമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഇന്ന് സന്തോഷകരമായൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. വിദേശ പഠനം, വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഫലം ലഭിക്കുന്നതാണ്. മാതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളെക്കുറിച്ചോ ചില മനപ്രയാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി കലഹിക്കാൻ സാധ്യതയുണ്ട്. ഈ തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. സ്വന്തമായി ഗൃഹം വാങ്ങാനോ മോടി പിടിപ്പിക്കാനോ വസ്തു വാങ്ങാനോ വാഹനം വിൽക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഇതേ സമയത്ത് കാണാം. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.